11XL സൈസസിന്റെ കുർത്തീസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇസ്മായിൽ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള വഴിയാണ് കേട്ടോ, ഗലി എന്ന് പറയാം ഇവിടെ. വെസ്റ്റേൺ ടോപ്പിൽ 8XL സൈസ് വരെ അവൈലബിൾ ആണ്. വെസ്റ്റേൺ വെയറിന്റെ മൊത്തം സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ഈ കാണുന്നത് 4XL സൈസിന്റെ ടുണിക് സ്റ്റൈലിലുള്ള കുർത്തി. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. നമുക്ക് ജയ്പൂരി കളക്ഷൻ ആണ് വരുന്നത്. ക്രേപ്പ് മെറ്റീരിയലിൽ 4 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ വരുന്നത് കേട്ടോ. इनर पोर्शन में ലിനൻ ഫാബ്രിക്കിൽ വരുന്നത്. ആ അറ്റം തൊട്ട് നമുക്ക് ഈ അറ്റം വരെ ഫുൾ കട്ടിംഗ് ആണ് വരുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് മുംബൈയില് മലാഡിലാണ്. അപ്പോൾ വെസ്റ്റേൺ വെയറിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മലാഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. മലാഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഈസ്റ്റും വെസ്റ്റും വരുന്നുണ്ട്. അതിൽ നമുക്ക് വെസ്റ്റ് സൈഡിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലം കാണും കേട്ടോ. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അമ്പലം കാണും. ആ അമ്പലത്തിന്റെ ശരിക്കും ഒരു 10 അടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പൊ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കടയൊക്കെ കാണാം, ഒരു ചെരുപ്പ് കടയും ഇങ്ങനെയൊക്കെ കട കാണാം. അതിന്റെ സൈഡ് വഴിക്കോടെ സൈഡിലൊരു വഴിയുണ്ട്. ആ വഴീനെ പറയണത് ഇസ്മായിൽ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള വഴിയാണ് കേട്ടോ, ഗലി എന്ന് പറയാം ഇവിടെ. അപ്പൊ ആ ഗലിക്കോടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നേരെ ആ അറ്റം മുട്ടുമ്പോൾ നമുക്ക് ആ കടയിലേക്ക് പോകേണ്ടത്. അപ്പൊ കടയുടെ പേര് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അല്ലേ, വരും. അപ്പോൾ ഫുൾ വെസ്റ്റേൺ വെയർ, അതുപോലെ തന്നെ എത്നിക് വെയറും ഉണ്ട്. അതും ഓൺ മാനുഫാക്ചറിങ് ആണ് കേട്ടോ ഇവരുടെ. അപ്പോൾ നമുക്ക് ഇവരുടെ മാനുഫാക്ചറിങ് സ്ഥലത്തേക്കൊക്കെ പോയി നോക്കണം എങ്ങനെയാണ് ഇവരുടെ മാനുഫാക്ചർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ അറ്റം വരെ ഒന്ന് നമുക്ക് പോകണം. ഒരു 2 മിനിറ്റ്സിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് മലാഡ് റെയിൽവേ സ്റ്റേഷൻ വെസ്റ്റിൽ നിന്ന് നടക്കാനുള്ള ഒരു വഴി കേട്ടോ വരും. ഈ അറ്റം വരെ മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് കേരാ ഫാബ്. മൊത്തം വെസ്റ്റേൺ വെയറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടയുടെ ലുക്ക് കണ്ട കട ചെറുതാണെങ്കിലും ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. ഇവിടുന്ന് ബൾക്കായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് വെറൈറ്റി കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ വരും. നിറയെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ, മൊത്തം കളക്ഷൻസ്. അപ്പോൾ കേരാ ഫാബ് ആണത്. അപ്പോൾ ഇവിടുത്തെ ഓണറാണോ എന്താണെന്ന് അറിയാം, മാനേജറോ ഓണർ സോറി, നമസ്തേ. അപ്പോൾ കേരാ ഫാബിലത്തെ ഓണറാണ് കേട്ടോ. പിന്നെ वैसे यहाँ पे ना क्या क्या मिलता है ये दिखाने के लिए कोई है क्या? मेरे my son, yeah. Okay, son. Yeah. तो एक तरफ से ऑनर ही हो गया. Okay. അപ്പോൾ अच्छा. Okay. അപ്പോൾ കേരാ ഫാബിലത്തെ ഓണറാണ്, ഓണറുടെ സണ്ണാണ്, മെയിൻ ഓണർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കേരാ ഫാബ് എന്ന് പറയുമ്പോൾ ഇവിടെ സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ वैसे नमस्ते. हेलो, नमस्कारम. नमस्कारम. मलयालम आता है? Yes. मलयालम അറിയുന്നു, थोड़ा बोलिए ना मलयालम में. आपको आता है ना? हाँ बोलिए ना. वनक्कम. और हिंद विशेषम रुम्म मासम दर्शन इल्लिया. तो मलयालम में जो बोलेंगे वो लोग को आप डिटेल बोल देंगे? नहीं, मैं पूरा नहीं बोल सकता. थोड़ा കൊഞ്ചും അപ്പൊ മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, കാരണം കുറച്ചൊക്കെ മലയാളം അറിയുന്നതാണ്. അപ്പോൾ वैसे यहाँ पे है क्या, मतलब कि केरा फैब में? यस, हमारे पास मतलब वेस्टर्न की पूरी रेंज है. वेस्टर्न टॉप्स, ट्यूनिक्स, वन पीस और साथ में कुर्तीज भी बनाते हैं. और सारा हमारा इन हाउस मैन्युफैक्चरिंग है. इन-हाउस, वही मैं बोला ओन मैन्युफैक्चरिंग है करके. യൂണിറ്റ് तो देखना ही पड़ेगा, तभी मुझे विश्वास होगा. അപ്പോൾ സ്വന്തമായിട്ടുള്ള യൂണിറ്റിലാണ് എല്ലാം പ്രൊഡക്ഷൻ, ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ആണ്. കൂടുതൽ വെസ്റ്റേൺ വെയർ ആണ്, അതിനോടൊപ്പം തന്നെ എത്നിക് വെയർസും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻസ് എങ്ങനെ എടുക്കണം അതൊക്കെ നമുക്ക് നോക്കാം. तो एक एक करके शुरू करते हैं. ये है आपका सैंपल एरिया? यस. ओके, ये हमारा सैंपल शोकेस है. हाँ. അപ്പോൾ ഇത് സാമ്പിൾ ആണ്. ഇത് നല്ല ടൈപ്പ് മെറ്റീരിയൽ. वैसे ये मटेरियल रायन, ये दिस इज मतलब इंपोर्टेड रेयन. दिस इज नॉट इंडियन. और ये ट्यूनिक स्टाइल है, ये विद कंप्यूटर वर्क है साथ में. കമ്പ്യൂട്ടർ വർക്ക് ടുണിക് സ്റ്റൈലിൽ 2 കളർ ഷെയ്ഡ് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജീൻസിനോ എന്തിനു വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാമ്പിൾസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. वैसे ये जो दिखा रहे हैं ये दोनों लेना जरूरी है कलर्स? नहीं, कलर आप जो चाहिए आप सिलेक्ट कर सकते हो. और कैसा, मतलब अभी ये मैंने सेलेक्ट किया तो ये एक पीस मिल जाएगा? नहीं, एक पीस नहीं मिलेगा. हमारे यहाँ मतलब 5 पीसेस का सेट होता है. मतलब ये होलसेल है. यस, कंप्लीट होलसेल. अब
അപ്പോൾ ഇവര് ഹോൾസെയിൽ ആണ്, റീറ്റെയിൽ ഇല്ല. ഒരു പീസായിട്ട് ആരും ചോദിച്ചിട്ട് വരരുത്. അപ്പൊ ഇങ്ങനെ ഒരു പീസ് ആണെങ്കിൽ ഇതില് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, 3XL 5 സൈസ് അവിടുന്ന്. അപ്പൊ 5 സൈസ് ഉണ്ടാവും. ഈ 5 സൈസ് ये फुल लेना जरूरी है? 5 नहीं, अगर आपको चाहिए तो आप कोई भी 3 साइज ले सकते हो. एनी 3 साइज. ഇപ്പൊ 5 സൈസ് ആണെങ്കിൽ പോലും 5 സൈസ് മൊത്തം എടുക്കണ്ട. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് 3 സൈസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പൊ ഇതിൽ കുറെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ കളർ വേണോ, ഈ കളർ വേണോ, ഏത് വേണമെങ്കിലും എടുക്കാം. 3 കളർ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ വെയറിൽ ഇമ്പോർട്ടഡ് റയോൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. അടുത്ത നോക്കുകയാണെങ്കിൽ ഒക്കെ ഈ ടോപ്സ്, ज्यादा करके टॉप्स ही है. नहीं, वेस्टर्न टॉप्स भी है, वन पीस भी है, सब है. मैं आपको सब दिखाऊंगा. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണാം. വെയിറ്റ് ചെയ്യൂ. അടുത്തതും ഇതിന് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്, റയോണിന്റെ മെറ്റീരിയൽ. ഇതിൽ ഇത്ര ഈ സെയിം പാറ്റേണിൽ തന്നെ കളർ ഓപ്ഷൻസ് അതുപോലത്തെ പ്രിന്റ്സും മാറി വരുന്നുണ്ട് കേട്ടോ. ഇത് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. കേട്ടോ ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രിന്റ്സ് വേറെ കളർ, പ്രിന്റ്സ് സെയിം, കളേഴ്സ് വേറെ. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, 3XL 3 സൈസ് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാം. പക്ഷേ ഇതിൽ നമുക്ക് ചില ഇതിൽ നമുക്ക് 8XL സൈസ് വരെ അവൈലബിൾ ആണ് ചില ഇതിൽ प्रोडक्ट ചെയ്യുമ്പോൾ. किस में तो 8XL साइज भी होता है. ये जो डिजाइन आप देख रहे हो इसमें भी अप टू 8XL अवेलेबल है. इसमें भी है. ഞാൻ പറഞ്ഞത് വെറുതെ ഇല്ല കേട്ടോ. ചിലതെന്ന് പറയുമ്പോൾ ഇതിലും നമുക്ക് 8XL സൈസ് വരെ അവൈലബിൾ ആണ്. ഈ ഒരു നമുക്ക് वेस्टर्न टॉप ले 8XL साइज वरे अवेलेबल है. तो 8XL साइज वरे बोला तो अभी 3 साइज चूज कर सकते हैं. तो मीडियम से लेके 8XL में कौन सा भी 3 ऐसा? M to 3XL में एनी 3 साइज और प्लस साइज में 4 to 8XL में एनी 3 साइज. वो मिलना चाहिए था मुझे. 4XL to 8XL വരെ അതൊരു സൈസ്, ഒരു സെറ്റ് ആണ്. അതിൽ നിന്ന് 3 ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ മീഡിയം ടു XXL വരെ ഒരു സെറ്റ് ആണ്. അതിൽ നിന്ന് 3 നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെസ്റ്റേൺ ടോപ്പിന്റെ കളക്ഷൻസിൽ സൈസസും കളേഴ്സും നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് കിട്ടും. ഒക്കെ നമുക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതും വെസ്റ്റേൺ വെയറിന്റെ ടോപ്പ് തന്നെയാണ്. 2 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. സൈസസ് ഇത് സെയിം തന്നെയാണ്. കേര ഫേബ് എന്നാണ്. ഇത് നമ്മുടെ മലാഡിലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. वैसे डायरेक्ट आना है तो आना कहाँ पे? ये मतलब हमारा मलाड स्टेशन के सिर्फ 2 मिनट की दूरी पे, मलाड वेस्ट में. മലാഡ് റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ജസ്റ്റ് 2 മിനിറ്റ്സിന്റെ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്. വരാണെങ്കിൽ നമുക്ക് നേരിട്ട് വരണം. നേരിട്ട് വന്നിട്ട് നോക്കി തൊട്ട് ഫീൽ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് പറ്റില്ല വരാൻ വെച്ചാൽ ഓൺലൈൻ भी मंगवा सकते हैं. ऑनलाइन भी आप कांटेक्ट कर सकते हो. व्हाट्सएप नंबर प्रोवाइड कर देंगे. आप उसमें मैसेज भी कर सकते हो, कॉल भी कर सकते हो. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കോൾ ഫെസിലിറ്റീസ് വരെ ഉണ്ട്. സൺഡേ ഓഫർ ആണ്. സൺഡേ ഓഫ്, മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ്. സൺഡേ ഈ ഭാഗത്തുള്ള എല്ലാതും സൺഡേ ഉണ്ടാവില്ല. ബാക്കി മൺഡേ ടു സാറ്റർഡേ. നമുക്ക് ടൈം ഇപ്പൊ എത്ര? 11 AM to 8 PM. 8 PM 11 AM. ഇത് മുംബൈയിലത്തെ ഇതാണ് ഏറ്റവും വലിയ ദോഷം എന്ന് വെച്ചാൽ 11 o'clockനാണ് കടകൾ മൊത്തം സ്റ്റാർട്ട് ചെയ്യാതെ രാത്രി 8 മണി 10 മണി 12 മണി വരെ ആയാലും ഉണ്ടാവും കേട്ടോ. അടുത്തത് കളക്ഷൻ നോക്കുകയാണെങ്കിലും നമുക്ക് ഇതൊക്കെ സെയിം ആ ഒരു ഇമ്പോർട്ടഡ് റയോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇത് അടുത്തൊരു ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ. കുറച്ചിങ്ങനെ ടമ്മി കളർക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഫ്രില്ലായിട്ട് ടൈപ്പ് വി നെക്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് കുറച്ച് ഷോ ബട്ടണൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. इसमें कलर शेड्स आएगा? नहीं, इसमें सिंगल कलर है. लेकिन ये बहुत अच्छा है. अभी क्योंकि इंपोर्टेड में किसी में कलर्स भी होते हैं, किसी में सिंगल भी होते हैं. സിംഗിൾ അപ്പൊ ചിലതിലാണെങ്കിൽ നമുക്ക് കളർ ചൂസ് ചെയ്യേണ്ട. പക്ഷെ ഇതിലാണെങ്കിൽ നമുക്ക് ആ കളർ ചൂസ് ചെയ്യില്ല. ഇത് ഒരൊറ്റ സിംഗിൾ ഷെയ്ഡാണ്. ഇതിൽ സൈസസ് അവൈലബിൾ ആണ്. അതിൽ ഇഷ്ടമുള്ള 3 സൈസസ് നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഫുൾ ആ ഒരു ടോപ്പിന്റെ കളക്ഷൻസാണ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് പോൾക്ക ഡോട്ടിൽ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള വി നെക്ക്. അത് ഈ कॉलर ने तो പറയൂ ട്ടോ. इस कॉलर को कुछ तो बोलते हैं ऐसा वी नेक छोड़ के, पर मैं भूल गई. मतलब ये फॉर्मल नेक्स में आता है. नेक्स में हां ഇത് ഫോർമൽ ആയിട്ട് കോർപ്പറേറ്റ് വെയർ ഓഫീസ് വെയർ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ 3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. കുറച്ച് ഡിഫറെന്റ് പാറ്റേൺ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഫ്രിൽ വർക്ക് ഒക്കെ പോയിട്ട് നല്ല രസമുണ്ട്. പിന്നെ മെറ്റീരിയൽ വൈസ് ഭയങ്കര സോഫ്റ്റ് ആണ്. മെറ്റീരിയൽ बहुत सॉफ्ट यस यस ये सारा इंपोर्टेड में है. ഇത് ഫുൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇവരെ ഇൻ ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. मुझे भी एक चाहिए, एक मिलेगा डेफिनेटली. आपको जितने चाहिए मिल जाएंगे. എനിക്ക് എത്ര വേണേലും തരും. आप हमारा प्रमोशन करो तो आपको मिलना ही चाहिए. എനിക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം രണ്ടെണ്ണം എങ്ങനെ വേണേലും. പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടില്ല. നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് ഇല്ല, ഹോൾസെയിൽ മാത്രമുള്ള ബൾക്ക് ആയിട്ട് തന്നെ എടുക്കണം. പക്ഷേ ബൾക്ക്
बल्क में लेगा तो अभी एक जो सेट का 3 पीस बोला 3 Right. पीस ही ले सकते हैं या फिर इतना नहीं अमाउंट मतलब का लेना टोटल मिला के मिनिमम 25 to 30 पीसेस से आप स्टार्ट कर सकते हो. मतलब ഹോൾസെയിൽ ആണ് ഹോൾസെയിൽ നമുക്ക് 25 to 30 പീസ് എങ്കിലും എടുക്കണം എന്ന് നിർബന്ധമാണ് കാരണം ഇത് ഹോൾസെയിൽ ആണ് കേട്ടോ പക്ഷെ ഒരു പീസ് 2 പീസായിട്ട് കിട്ടില്ല അതാണ് ഉദ്ദേശിച്ചത് എനിക്ക് പിന്നെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പോണ നേരത്ത് കിട്ടോ കിട്ടില്ല എന്ന് അറിയില്ല എന്നാലും നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം लिनन फैब्रिक ലിനൻ ഫാബ്രിക്കിൽ വരുന്നത് ലിനന്റെ ഫാബ്രിക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിൽ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് ലിനന്റെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇതിൽ ഷെയ്ഡ്സും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് ഒക്കെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ടോപ്സ് ആണ് കാണിക്കുന്നത് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ടോപ്സുകൾ कॉटन फ्लेक्स കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയലിൽ ഇതിലും 2 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സട്ടൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഷെയ്ഡാണ് റെഗുലർ വെയറിന് ഓഫീസ് വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ഷെയ്ഡ്സ് ആണ് വരുന്നത് ഇതൊക്കെ മീഡിയം സൈസ് ആണ് കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ वैसे ये जो दिखा रहे हैं इसमें स्टार्टिंग रेट कितना होने वाला मतलब वेस्टर्न टॉप्स में 350 ऑनवर्ड स्टार्ट है. വെസ്റ്റേൺ ടോപ്സ് ഇപ്പൊ കാണിക്കുന്നത് അത് 350 തൊട്ട് സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ് ബാക്കി റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഇത് ഹോൾസെയിൽ ആണ് ഹോൾസെയിലിൽ നമുക്ക് റേറ്റ് പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ റേറ്റ് കാര്യങ്ങൾ അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് क्रेप फैब्रिक ക്രേപ്പ് ഫാബ്രിക് ക്രേപ്പിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല അലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും അങ്ങനെയൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ക്രേപ്പിന്റെ ഫാബ്രിക് അപ്പോൾ ആ ഒരു ഫാബ്രിക്കിൽ 2 ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്കും വൈറ്റും കേട്ടോ നല്ല ഇത് पैटर्न वाइज आपको നോക്കുകയാണെങ്കിൽ നല്ല इसके साथ एक जीन्स भी हो जाएगा डिफरेंट टॉप्स रहेगा तो कितना मजा आता है डेली चेंज करो न्यू टॉप्स हाँ कलर वैरायटी भी मिलेगी डिजाइन भी आप देख सकते हो सारे डिफरेंट है डिफरेंट है न्यू और वैरायटी आप इंडिया में ही देते हो कोरियर या फिर इंडिया के बाहर इंडिया में भी जाता है एंटायर इंडिया एंड मोर देन 10 कंट्रीज में एक्सपोर्ट करते हैं जैसे यूएस कनाडा थाईलैंड सिंगापुर सब जगह जाता है അപ്പൊ ഇന്ത്യയുടെ പുറത്തായാലും നമുക്ക് പോകാനുള്ള ഓപ്ഷൻസ് എന്നുവെച്ചാൽ കൊറിയർ അയക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇന്ത്യയുടെ പുറത്തുനിന്നായാലും ഇന്ത്യയുടെ ഉള്ളിലായാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ എന്താ क्रेप है ക്രേപ്പില് ഇങ്ങനെ ഒരു സെൽഫ് വർക്കാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ ഒരു ഇത് സെമി അംബ്രേല ടൈപ്പ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പോലത്തെ സ്ലീവും വന്നിട്ടുണ്ട് 2 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് पेस्टल शेड्स है പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ ചിലതിൽ 2 ഷെയ്ഡ് ഉണ്ടാവുള്ളൂ ചിലതിൽ 1 ഉണ്ടാവും ചിലതിൽ 3 ഉണ്ടാവും അത് ഡിപ്പെൻസ് ആണ് നമുക്ക് അറിയാൻ പറ്റില്ല എത്ര ഷെയ്ഡ്സ് എങ്ങനെയാ വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ അടുത്തത് നോക്കുകയാണെങ്കിൽ इसमें भी 4 कलर ऑप्शंस है ये इनकमिंग मैन्युफैक्चरिंग में अभी है ഇത് ഇതിപ്പോ മാനുഫാക്ചർ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ ഇതൊക്കെ വന്നിരിക്കുന്നത് കോളർ നെക്കാണ് ചെറിയ ചെറിയ ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിങ്ങും ബട്ടൺസും ഈ ബട്ടണൊക്കെ ഓപ്പണബിൾ ബട്ടൺ ആണ് കേട്ടോ ഫുൾ ഓപ്പണബിൾ ഒരു ഷർട്ട് മോഡലാണ് വരുന്നത് സ്ലീവ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ലീവാണ് ഒരു പഫ് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു സ്ലീവാണ് ഇത് സിംഗിൾ ഷെയ്ഡാണ് मोर 3 कलर्स അവൈലബിൾ ആണ് इन मैन्युफैक्चरिंग ओके इन्हीं 3 कलर्स ഉണ്ട് ഇത് അത് നമുക്ക് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക वैसे प्रोडक्शन के बारे में बोला तो फिर प्रोडक्शन तो देखना Yes, ही yes, पड़ेगा definitely. तो ये यहाँ पे रख के हम लोग प्रोडक्शन के तरफ चलिए डेफिनेटली അപ്പൊ പ്രൊഡക്ഷൻ കണ്ടിട്ട് വരാം നമുക്ക് കേര ഫാബിന്റെ നമ്മൾ മാനുഫാക്ചർ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ഇവരുടെ ഓൺ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം तो यहाँ पे स्टिचिंग होता है यस ये स्टिचिंग डिपार्टमेंट है हमारा अच्छा ഇവിടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ വെസ്റ്റേൺ വെയറിന്റെ മൊത്തം സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത് और आपका कटिंग विटिंग वो सब कहाँ पे होता है कटिंग रूम भी है हाँ। आपको वो भी दिखाता हूं। अच्छा അപ്പൊ ഇത് ഫുൾ സ്റ്റിച്ചിങ് റൂം ആണ് അപ്പൊ അവർ അവിടെ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്തോട്ടെ മൊത്തം ടോപ്സ് ആണ് അവിടെ സ്റ്റിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വാവ് मुझे लगा वहाँ पे एक छोटा सा नहीं इधर इतना बड़ा सा है नमस्ते വണക്കം അപ്പൊ ഇത് ഫുൾ നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ കട്ടിങ് ഒരു ഏരിയ ആണ് വരുന്നത് കട്ടിങ് ഏരിയ നോക്കിയാൽ ആ അറ്റം തൊട്ട് നമുക്ക് ഈ അറ്റം വരെ ഫുൾ കട്ടിങ് ആണ് വരുന്നത് അതിൽ ഇതാ ഇവിടെ സൈസസും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ലാർജ് സൈസ് ആണ് 2XL സൈസ് ആണ് 3XL ആണ് അതിൽ ടോപ്സിന്റെ ഡീറ്റെയിൽസ് ഫുൾ ഡിസൈൻസ് ഇതാ ഫർമ അതാണ് പറയണത് ഇതാ ഇത് ഫുൾ ഫർമയാണ് കേട്ടോ അത് കറക്റ്റ് സൈസ് അത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് അളന്ന്
ഇങ്ങനെ നോക്കണം കേട്ടോ. അതപ്പോൾ ഇതാണ് കേട്ടോ ഫുൾ സൈസസ് വരുന്നത്. അപ്പോൾ അവർക്ക് എളുപ്പമുണ്ട് കുറച്ചുകൂടി ചെയ്യാനായിട്ട്. ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കണം. वैसे ये क्या मार्क कर रही है? अभी जो न्यू डिजाइन बन रहा हाँ, हाँ। है ये मास्टर जी है, इनका मार्किंग कर रहे हैं. नमस्ते मास्टर जी. हिंदी है क्या? हिंदी है. कहाँ से? यहाँ मुंबई के महाराष्ट्र. ഇവിടുത്തെ തന്നെയാണ്. മാസ്റ്ററാണ് കേട്ടോ, കട്ടിംഗ് മാസ്റ്റർ. ഇവിടെ അളന്നുകൊണ്ടിരിക്കുകയാണ്. നെക്കും നെക്കിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ आप क्या कर रहे हो? ये मार्किंग जो कट Marking. आता है ना, हाँ। उसका जॉइंट रहता है. हाँ हाँ हाँ. ये वहाँ से वहाँ डालने का. അത് കട്ട്പല്ല എന്ന് പറയുമ്പോൾ ഒക്കെ നമുക്ക് ഇനി മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം. ആ നേരം ഞാൻ മിണ്ടാടുക്കാം. പക്ഷെ എന്തായാലും ഇവിടെ കട്ടിങ് ഏരിയ ആണ് നടക്കുന്നത്. അതിന്റെ നെക്കിന്റെ പട്ടി എന്നൊക്കെ പറയും. ഇത് നെക്കിൽ വെക്കണ പട്ടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇത് ഫുൾ കട്ടിങ് ഏരിയ ആണ് വരുന്നത്. അത് കൂടാണ്ട് ഇത് വരുന്നത് നമുക്ക് ട്രിമിങ് ഏരിയ. यस, ये धागा जो होते हैं वो कट कर देते हैं फिनिश करने के लिए. ഫിനിഷിങ് എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇത് ടോപ്സ്, വെസ്റ്റേൺ ടോപ്പ് നമുക്ക് ഇങ്ങനെ ഉൾട്ടേറ്റൊക്കെ എടുക്കണം കേട്ടോ. ഇതൊക്കെ ഇനി കറക്റ്റ് ആയിട്ട് അതൊക്കെ അയണിങ് ചെയ്തിട്ട് ഞാൻ ട്രിമ്മിങ് हाँ, वो पूरा फिनिशिंग चेकिंग चल रहा है. ഇവിടെയും ചെക്കിങ് തന്നെയാണ് നടക്കുന്നത്. ഈ ഒരു സ്ഥലത്തും ചെക്കിങ് തന്നെയാണ് നടക്കുന്നത്. അത് കൂടാണ്ട് यहाँ पे क्या हो रहा है? वो सैंपल मेकर है, न्यू सैंपल्स बनाते हैं वो. बिफोर प्रोडक्शन एक सैंपल बनता है. मतलब एक सैंपल जो वॉश करके एकदम बराबर होके उसके बाद कटिंग होता है. അപ്പൊ ഒരു സാമ്പിൾ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് കൂടുതൽ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുള്ളൂ. അപ്പൊ ആ സാമ്പിൾ ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ സാമ്പിൾ മേക്കർ. ഇനി ഇത് കൂടാണ്ട് യാപ്പെ അയണിങ് यस. ഇവിടെ അയണിങ് സെക്ഷൻ ആണ് കേട്ടോ വരുന്നത്. അയണിങ്. ഓ ഇത് ചൂടാ. ഞാൻ പെട്ടെന്ന് ഇത് തൊട്ടപ്പോ പെട്ടെന്ന് പൊള്ളി. ഇതാ जो फ्यूजिंग लगाते हैं पीस में, अंदर ये शर्ट पे फ्यूजिंग लगा, तो कारीगर फ्यूजिंग लगा रहे हैं. ഇത് ഷർട്ട്, രണ്ട് ഷർട്ടിന്റെ നടുക്കത്തെ പട്ടന്റെ ജോയിന്റ് ഇല്ലേ അവിടെ ഫ്യൂസിങ് വെക്കണ ആ ഒരു വർക്കാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഫിനിഷിങ് കഴിഞ്ഞിട്ട്, ഇത് ഫൈനൽ ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള ഒരു അയനിങ് ആ ഒരു സംഭവമാണ് കേട്ടോ നടക്കുന്നത്. ഒരു കോട്ട് സെറ്റ് പോലെ ഒരു ടോപ്പ് കേട്ടോ. അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ വർക്ക് ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കൂടാണ്ട് और एक चीज दिखा देता हूँ मैं. हाँ. ये जितने भी हमारे इनर पोर्शन होते हैं उसमें भी गारमेंट में हम डबल स्टिचिंग बोलते हैं उसको, ये करते हैं. मतलब बाहर एक भी धागा दिखने वाला Yes. नहीं है. अंदर बाहर भी फिनिशिंग आता है, अंदर भी फिनिशिंग. ഫിനിഷിങ് എന്ന് വെച്ചാൽ പുറത്ത് ഒരു നൂല് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല. ഇപ്പൊ ക്രേപ്പിന്റെ ഒക്കെ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. ആ നൂല് പോലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് അയനിങ്. അത് കണ്ടോ, ആ നേരത്തെ അയൺ ചെയ്ത സംഭവമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഡിസൈൻ बहुत अच्छा इसके लिए दिखाने के लिए बोला. डिजाइन ये ओवरलॉक यहाँ पे मारते हैं इनर पोर्शन में. होल्स ओवरलॉक. यहाँ पे ओवरलॉक चल रहा है. यस यस, ओवरलॉक चल रहा है. ഓവർലോക്ക് ആണ് കേട്ടോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്ക്. അപ്പൊ അതിന്റെ ഒരു മെഷീനാണ് ഈ കാണുന്നത്. ബൾക്കായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓവർലോക്ക്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു സൈഡ് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. എന്താ സംഭവം നോക്കട്ടെ. ये बटन मशीन है, इससे बटन लगता है. ഓ, ബട്ടൺ വെക്കുന്ന മെഷീൻ വരൂ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാം. പണ്ടൊക്കെ നമ്മൾ കൈകൊണ്ടാ തുന്നായിരുന്നു. ഇപ്പൊ നോക്കിയാൽ ഓരോ ബട്ടൺ വെക്കുക, കറക്റ്റ് ആ ഒരു സ്ഥലത്ത് വെച്ചു പിടിപ്പിച്ചു, പെട്ടെന്ന് പണി കഴിഞ്ഞു അല്ലേ. ഒരു ദിവസം अब तो एक दिन में कितना प्रोडक्शन होता होगा? मिनिमम 100 पीस हमारा होता है. 100 പീസ് എങ്കിലും മിനിമം നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലോ. അത് ചെയ്യണ കാണുമ്പോൾ തന്നെ എന്താ വർക്കിന്റെ സ്പീഡും കാര്യങ്ങളും. നൂലിങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ. मतलब बहुत स्पीड में काम हो रहा है. हाँ, स्पीड में ही करना पड़ता है. प्रोडक्शन स्लो तो नहीं करेंगे तो फिर പ്രൊഡക്ഷൻ അത്ര എന്ന് വെച്ചാൽ ഒരു ദിവസം 100 പ്രൊഡക്ഷൻ, 100 എണ്ണത്തിന്റെ പ്രൊഡക്ഷൻ വരെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇവരുടെ യൂണിറ്റ് ആണ്. സ്റ്റിച്ചിങ്, കട്ടിങ്, അയണിങ്, പ്രസിംഗ്, ട്രിമ്മർ അങ്ങനെ എല്ലാതും. तो इसका जो फिनिशिंग जो लुक है अभी बाकी और भी देखना बाकी है. जाएंगे? यस यस, जरूर जाते हैं. ബാക്കി और भी है. അപ്പൊ ഇനി നമുക്ക് ഷോറൂമിലേക്ക് പോവാം. കുറച്ചുകൂടി കളക്ഷൻസ് കാണാണ്ട് വരും. वैसे इन हाउस में बहुत सारा प्रोडक्शन चल रहा है. इन हाउസിൽ കുറെ प्रोडक्शन നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി കുറേയും കൂടിയും കാണിക്കാനുണ്ട് നമുക്ക് ഇവിടെ. ഇനിയും വെസ്റ്റേൺ ടോപ്സ്. वैसे तो हम लोग ने वेस्टर्न टॉप का पूरा कंप्लीट ही नहीं किया. अभी भी दिखाना बाकी है. अभी भी बाकी है. अभी काफी वैरायटी भी बाकी है. ഇതും കൂടാണ്ട് കുറെ എത്നിക് വെയറിന്റെ കളക്ഷൻസും ഇവിടെ കാണിക്കാനുണ്ട് നമുക്ക്. तो बाकी कहाँ से हम लोग रुका
കേട്ടോ यहाँ से रुके थे। तो यहाँ से कभी स्टार्ट करते हैं. അപ്പോൾ ഇനിയും കുറെ വെസ്റ്റേൺ അതുപോലെ തന്നെ എത്നിക് വെയർ കളക്ഷൻസും കാണിക്കാനുണ്ട്. ഇത് ഈ ക്രേപ്പ് മെറ്റീരിയൽ This is also crepe. ക്രേപ്പ് മെറ്റീരിയലിൽ 4 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ വരുന്നത് കേട്ടോ. 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതിൽ നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഒക്കെ ഡാർക്ക്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണ്. ഇത് കൂടാണ്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഒരു വൈൻ ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡൊക്കെ വരുന്ന ഒരു കളക്ഷൻ. ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, അടിപൊളി. ये तो बहुत ही अच्छा है, मतलब फिनिशिंग आपका ना जस्ट वाओ. क्योंकि ये इन-house सारा बनता है हमारा. हम लोग फिनिशिंग पे मैक्सिमम ध्यान देते हैं. ഇത് ഫിനിഷിങ്ങും അതുപോലെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ക്വാളിറ്റി വൈസ് ആയാലും പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ വീണ് കൊടുക്കും. ഒരു पहनाता वैसा कुछ पहना नहीं ऐसा लग रहा है एकदम वेरी कंफर्टेबल. वेरी कंफर्टेबल मटेरियल. और ये वाइट शर्ट्स. हाँ, ये वाइट नॉर्मल ഷർട്ട്. ഇത് ഹൈലോ പാറ്റേണിലാണ് കേട്ടോ ഇതിന്റെ ട്യൂണിക് സ്റ്റൈലിൽ വരുന്നത്. അപ്പോൾ അതുപോലെ ബട്ടൺ നമുക്ക് ഹിഡൻ ബട്ടൺ ആണ്, ഇങ്ങനെ ഹിഡൻ ബട്ടൺ ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം ബട്ടൺ ഉള്ളത് നമുക്ക് അറിയേ പോലും ഇല്ല. ഫുൾ സ്ലീവിൽ വരുന്നത് അങ്ങനെ ഒരു മോഡലാണ് വരുന്നത്. അടുത്ത ഒരു കളക്ഷൻ ये भी ट्यूनिक स्टाइल है, इंपोर्टेड फैब्रिक में. ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ട്യൂണിക് സ്റ്റൈലിൽ കുറച്ച് ലോങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. നേരത്തെ കണ്ടത് നമ്മൾ ഹൈലോ പാറ്റേണിലാകുമ്പോൾ ഇത് കുറച്ചുകൂടി ലോങ് ആയിട്ട് വരുന്ന. ഇതിൽ 3 ഷെയ്ഡ്സ് ഓപ്ഷൻസ് വരുന്നുണ്ട്. കുറെ കളക്ഷൻസ് ഉണ്ട്. ഡെയിലി വീക്കിലി അപ്ഡേറ്റ് होता एवरी वीक आते हैं प्रोडक्ट्स. വീക്കിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, കേര ഫാബ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് അതിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജസ് ഇടുമ്പോൾ അതിൽ പുതിയ കളക്ഷൻസ് आप देख सकते हो. ये M साइज है और ये प्लस साइज दिखाने के लिए ये 4XL साइज है. साइज डिफरेंस यू कैन सी. ഓക്കെ. ഇത് മീഡിയം സൈസ് ആണ് കേട്ടോ ഈ വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് 4XL സൈസിന്റെ ട്യൂണിക് സ്റ്റൈലിലുള്ള കുർത്തി. അടിപൊളിയല്ല ടോപ്പ്, കുർത്തി അല്ല പറയാ ടോപ്പ്. अच्छा लग रहा है, मतलब कुछ अच्छा दिखा रही हो ऐसा फील लग रहा है. അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇന്ന് തീരാവോ അദ്ദേഹത്തിന് അറിയാം. കുറെ ഇതും ട്യൂണിക് സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഫാബ്രിക് പറയുമ്പോൾ കുറച്ച് ക്രേപ്പിൽ വരുന്ന റയോണിൽ വരുന്ന, പക്ഷെ എനിക്ക് അത് മറ്റേ ക്രേപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. റയോണിന്റെ മെറ്റീരിയൽ ആണ്. ഇതും ട്യൂണിക് സ്റ്റൈലിൽ വരുന്നതാണ് കേട്ടോ. ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്നത്, പ്ലെയിനിലുണ്ട്, സ്ട്രൈപ്പിലുണ്ട്, അങ്ങനെ ഓക്കെ. അപ്പൊ വെസ്റ്റേൺ വെയറിന്റെ ഇനിയും കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇനി നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കാണാം. ഇനി ഇത് കൂടാണ്ട് നമുക്ക് 1 പീസ് വെസ്റ്റേൺ വരണം. ഇതൊക്കെ 1 പീസിൽ വെസ്റ്റേൺ വെയറിന്റെ കളക്ഷൻസ്, കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഡെനിമിലൊക്കെ നല്ല വെറൈറ്റികളുണ്ട്. അടിപൊളി അല്ലേ? ഇതൊക്കെ ലോങ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഉടുപ്പ് പോലത്തെ പോൾക്ക ഡോട്ടിന് നമ്മൾ ഷർട്ടൊക്കെ കണ്ടില്ലേ, അതിന്റെ തന്നെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് അംബ്രേല സ്ലീവ് ഇമ്പോർട്ടഡ് റയോണില്. സിമ്പിൾ ആണ്, പക്ഷെ കാണുമ്പോൾ കുറച്ച് എലഗൻ ലുക്ക്. താഴത്ത് ഇങ്ങനെ ഫ്രില്ലിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവം കേട്ടോ. അടിപൊളി, ഇഷ്ടപ്പെട്ടു മൊത്തത്തില്. ക്വാളിറ്റി വൈസും അടിപൊളി. ക്വാളിറ്റി അച്ഛാ. താങ്ക് യു. അവരെ കേൾപ്പിക്കാൻ വേണ്ടി പറയണതല്ല, ഞാൻ സീരിയസ്ലി പറയാണ്. അവരെ ക്വാളിറ്റി നല്ലതാണ്. നമുക്ക് ഇമ്പോർട്ടഡ് ഫാബ്രിക്, നോർമൽ റയോൺ അല്ല, അതിനേക്കാളും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ. ഇതും ഒരു ഇതൊക്കെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടം വരെയാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ പേളുടെ ഡീറ്റെയിലിങ്ങും ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗും ഒക്കെ കൊടുത്തിട്ട്, പിന്നെ അത് കൂടാണ്ട് ഒരു ബെൽറ്റും കൂടി ഉണ്ട് കേട്ടോ. നമുക്കൊരു വെസ്റ്റേൺ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ബെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഒരു ഒറ്റ സിംഗിൾ പീസാണ് വരുന്നത്. അതിൽ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതും അടുത്ത ഒരു കളക്ഷൻ തന്നെയാണ്. ഒരു ഫ്രോക്ക് ടൈപ്പ്. ഇതിൻ്റെ യോക്ക് ഉണ്ട് ഇവിടെ വരെ വന്നിട്ട്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫ്രില്ല് ടൈപ്പായിട്ട് ഒരു ഔട്ട്ഫിറ്റാണ് വരുന്നത്. ഇതൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വെസ്റ്റേൺ വെയറിൽ സിംഗിൾ പീസ്, നമുക്കിപ്പോൾ ജീൻസ് ഇടാത്തവർ, ടോപ്പ് ഇടാത്തവരാണെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് വേണമെന്ന് ആവശ്യമുള്ളവർക്ക്, അങ്ങനത്തെ ആവശ്യമുള്ളവർക്കായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടു, നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട്. ഇത് സെയിം ഇതിലാകുമ്പോൾ നമുക്ക് ബെൽറ്റ് വരുന്നുണ്ട്, ഇതിലും ഉണ്ട് കേട്ടോ ബെൽറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ വെസ്റ്റേൺ വെയറിൽ സിംഗിൾ പീസിൽ വരുന്നത്. ഷോർട്ട് സ്ലീവ് ആണ്. അത് വരുമ്പോൾ നമുക്ക് ഒരു ലോങ് 3/4 സ്ലീവിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. वैसे ऑनलाइन में होगा तो टाइम कितने से कितने बजे का कॉलिंग ऐसा कुछ है? नहीं, कोई टाइम नहीं, आप डे में एनी टाइम कॉल कर सकते हो. एप्पा वाले कॉल ചെയ്യാം, വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. और ये जो सिंगल पीसेस लॉन्ग में दिखा रहा है, इसमें भी साइजेस कैसा मिलेगा? ये सब में आपको M से 3XL साइज तो मिलेगी और किसी में अप टू 7XL मिलेगा. ഇതിലെല്ലാത്ത
മൊത്തം ഇപ്പൊ കാണിക്കുന്ന എല്ലാത്തിലും നമുക്ക് മീഡിയം ടു XXL വരെ സൈസസ് അവൈലബിൾ ആണ്. പക്ഷെ ചില പ്രൊഡക്റ്റിൽ മാത്രം നമുക്ക് ഒരു 8XL സൈസ് വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ കസ്റ്റമൈസ് ചെയ്യണം, മാനുഫാക്ചർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓൺ ഡിസൈൻസ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ചെയ്ത് തരും. പക്ഷെ उसके लिए कितना पीस ऑर्डर करना पड़ेगा अगर आपको अगर खुद मैन्युफैक्चर कराना है तो मिनिमम 100 पीसेस पर डिजाइन 100 പീസെങ്കിലും നമ്മൾ ഓർഡർ കൊടുക്കണം. എന്നാലാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻസ്, ഇഷ്ടപ്പെട്ട ഇങ്ങനെ പാറ്റേൺ വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചെയ്ത് നമ്മുടെ ഓൺ ടാഗ് भी लग जाएगा ना उसमें. हाँ, आपका ब्रांड नेम के साथ बनाएंगे. ബ്രാൻഡ് നെയിം ഏതാണെന്ന് വെച്ചാൽ അതും നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഇതൊക്കെ ഫ്രോക്കിൽ കോട്ടണിലാണ് കേട്ടോ. ഫ്രോക്ക് ഒരു 3 ടയറിൽ വരുന്ന, അതിൽ അത്യാവശ്യം നന്നായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. നടുക്കിലൊക്കെ നന്നായി ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇങ്ങനെ സ്ലീവിൽ ഇങ്ങനെ ഒരു ക്രോഷിയയുടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഫുൾ അടിപൊളി ഒരു കളക്ഷൻ. കോട്ടൺ ആണ് കേട്ടോ. സമ്മറിന് കോട്ടൺ ना मतलब वेस्टर्न लो. हाँ, वेस्टर्न के लिए वेस्टर्न भी हो गया, समर कलेक्शन भी हो गया, दो सब मिक्स हो गया. अच्छा लग रहा है. और ये जो लॉन्ग में आएगा तो इसका स्टार्टिंग रेट कितना होने वाला है? 600 onwards. ഇങ്ങനത്തെ ഇപ്പൊ ഈ ലോങ്ങിൽ കാണിക്കുകയാണെങ്കിൽ അതിലൊക്കെ ആണെങ്കിൽ 600 ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. നമ്മൾ ഷോർട്ട് ടോപ്പ് പോലത്തെ കണ്ടില്ലേ, അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് 350 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. വാവ്, प्योर लिनन में है विद हैंड वर्क. ഇതില് ഒരു ഖാദി കോട്ടൺ എന്നൊക്കെ പറയില്ലേ, ലിനനിലാണ്. പക്ഷേ ഇതില് ഫുൾ വർക്കാണ്, ഹാൻഡ് വർക്കാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്നതൊക്കെ പ്രിന്റ് ആണ് കേട്ടോ. ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ കാണുന്നത് മൊത്തം പ്രിന്റ് ആണ് വരുന്നത്. പിന്നെ ഇത് നമുക്കൊരു പ്രഗ്നന്റ് വുമണിന് വരെ യൂസ് ചെയ്യാം. കത്രിക്കും ഇത് ഫ്രിൽ ഇത് വരുന്നുണ്ട്, തുണി വരുന്നുണ്ട്. मतलब प्रेग्नेंट लेडी का भी यूज कर सकता है. हाँ, कंफर्टेबल ആണ്. അതുപോലെ സൈഡില് നമുക്ക് ഒരു പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോത്ത് സൈഡ് ഇതില് 2 സൈഡ് പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആ ഒരു പ്രഗ്നന്റ് ലേഡിക്കൊക്കെ വെറുതെ ഇത് സിമ്പിൾ ആയിട്ട് ഒരു ഫ്രോക്ക് പോലെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ളത്. ബാക്കിലും ഇതുപോലെ ഫ്രില്ല് വരുന്നുണ്ട്. അതുകൊണ്ട് തുണി നന്നായിട്ട് വിരിവ് വരുന്നുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. ഞാൻ ലിനനിലെ ഒരു पेस्टल ഷെയ്ഡിൽ അതുപോലെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കോളറിൽ. ഈ ഹാൻഡ് വർക്ക് भी आपका खुद का ही? हाँ, पूरा हमारा इन हाउस പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ഹാൻഡ് വർക്കും ചെയ്യുന്നത്. ചെറിയ ചെറിയ ബട്ടൺസും എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിനന്റെ മെറ്റീരിയൽ ഉണ്ട്, കോട്ടൺ ഉണ്ട്, കോട്ടൺ ഫ്ലെക്സ് ഉണ്ട്, റയോൺ ഉണ്ട്, ഇമ്പോർട്ടഡ് ഫാബ്രിക് ഉണ്ട്. ഫാബ്രിക് भी बहुत अच्छा फैब्रिक, मतलब एकदम कंफर्टेबल एंड क्वालिटी फैब्रिक. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇവര് മൊത്തത്തിൽ. नेक्स्ट कुर्ती से मैं स्टार्ट करूंगा. ये हमारा यस, दिस इज ऑल इंपोर्टेड रेयॉन. ഓക്കെ, അപ്പൊ വെസ്റ്റേൺ വെയറിന്റെ നമുക്ക് ലോങ് ആയിട്ടുള്ളത് സംഭവം കഴിഞ്ഞിട്ടില്ല, കുറച്ച് നമ്മൾ കാണിച്ചു നിർത്തിയിട്ടുള്ളൂ. ഇനി ഇത് കൂടാണ്ട് എത്നിക് വെയർ ഉണ്ടെന്ന് പറഞ്ഞു. എത്നിക് വെയറിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. സിംഗിൾ ഒരു കുർത്തി ആയിട്ടാണ് കേട്ടോ. ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഈ ഒരു എത്നിക്കിൽ വരുന്നത്. 3 കളർ ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ 2 ഷെയ്ഡ്സ് വരുന്നുണ്ട്. വാവ്, ഇങ്ങനെ ഓരോ दिस इज आवर हाईएस्ट सेलिंग प्रोडक्ट. साइजेस अप टू 7XL. 7XL സൈസസിന്റെ കുർത്തീസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. ഇതിലിപ്പോ കളർ ഷെയ്ഡ്സും അതുപോലെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. കളർ ഷെയ്ഡ്സും വരുന്നുണ്ട്. 3 ഷെയ്ഡ്സ് 2 ഷെയ്ഡ്സ് അങ്ങനെ എല്ലാത്തിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. അതും 2 സൈഡ് പോക്കറ്റ് ആണ് വരുന്നത്. ഇത് ഫുൾ നമുക്ക് എത്നിക് വെയർ കളക്ഷൻ. वैसे बहुत और भी है ना? എത്നിക് വെയറിൽ കുറേ ഉണ്ട് കാണിക്കാനായിട്ട്. അപ്പൊ വീഡിയോ कॉल चाहिए. അതുപോലെ തന്നെ आपका कुछ कैटलॉग ऐसा कुछ है क्या? हाँ, मतलब हम लोग जो वीडियोस में दिखाते हैं वो दिखाते हैं. फिर हमारा पूरा रेडी मॉडलिंग होता है. सो सबको वीडियो कॉल प्रेफर नहीं करते. हमारा पूरा रेडी कैटलॉग होता है, वो हम व्हाट्सएप के मीडियम से शेयर करते हैं. और वो जो चाहिए रहता है वो വീഡിയോ കോൾ में दिखाते हैं. എന്നുവെച്ചാൽ ആദ്യം കാറ്റലോഗ് അയക്കും. കാറ്റലോഗിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് വീഡിയോ കോൾ ത്രൂ നമുക്ക് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാണ്ട് വെറുതെ വീഡിയോ കോൾ ചെയ്തിട്ട് കുറേ ടൈം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മൊഡാൽ ഫാബ്രിക്കിൽ ലോങ് കുർത്തിയാണ്, സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. യോക്കിൽ വർക്ക് വരുന്നുണ്ട്. 3 ഷെയ്ഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഫിനിഷിങ് ആ എംബ്രോയിഡറിയുടെ ഫിനിഷിംഗ് ഒക്കെ പക്ക ക്വാളിറ്റി ഉള്ള ഫിനിഷിംഗ് ആണ് കേട്ടോ. നല്ല എന്താ പറയുക, കാണാൻ തന്നെ ഒരു ചന്തം എന്ന് പറയില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ ഇത് इसमें साइजेस कैसे आने वाला है? इसमें भी M से 2XL 3XL तक साइज मिलते हैं. ഇതിലും സെയിം ആ ഒരു 3XL സൈസ് വരെ വരുന്നുണ്ട്. എനിക്ക് യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ കളർ, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ. येलो कलर बहुत मस्त लग रहा है, वैसा बोल रही हूँ. मतलब हल्दी फंक्शंस में बहुत चलता है येलो. और फेस में भी थोड़ा मतलब ग्लो आता है वो येलो डालेगा तो. അപ്പൊ ഇനിയും വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഫുൾ വെറൈറ്റീസ് ആണ് കേട്ടോ. ये सिल्क में है विद कंप्यूटर एम्ब्रॉयडरी. कंप्यूटर एम्ब्रॉयडरी
റെയിൽ. അതുപോലെ തന്നെ മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഫോയിൽ മിറർ, പ്ലാസ്റ്റിക് മിററാണ്. അതുപോലെ ഫോയിൽ പ്രിന്റും അങ്ങനെ സംഭവങ്ങൾ 2 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിലും സൈസസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സിംഗിൾ കുർത്തീസ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ കേര എന്നുള്ളത് ഇവരുടെ ടാഗ് ഒട്ടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ടാഗ് വേണമെന്ന് വെച്ചാൽ അതും കൂടി പറയണം കേട്ടോ. സിൽക്കിലല്ലേ, സിൽക്കിൽ വരുന്ന അഭി പാപ്പാക്കോ तो मलयालम आता है, आपको नहीं आता है? थोड़ा बहुत आता है बस, क्या सिर्फ क्या? नमस्कारम ही आता है. നമസ്കാരം മാത്രം आप रेगुलर आओ तो सीख जाएंगे, फुल सीख जाएंगे. എന്നോട് വരാൻ മലയാളം പഠിപ്പിക്കാൻ നന്നായി അവിടെ നിന്ന് ഇവിടെ വരെ. അപ്പോൾ ഇത് സിൽക്കിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. സിൽക്കിൽ രണ്ടും സിൽക്കിൽ കളക്ഷൻ ആണ് വരുന്നത്. അതിൽ യോക്കിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട്. പിന്നെ സീക്വൻസ് വർക്ക്, നല്ല നല്ല വർക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല मतलब ഫിനിഷിംഗ് ബി അച്ഛേ. വർക്കിന്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ടോ, ഒരു നൂല് അവിടെ ഇവിടെയും കമ്പ്യൂട്ടർ വർക്ക്, ഫുൾ കമ്പ്യൂട്ടർ വർക്ക് ആണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് എല്ലാതും എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേര എന്നുള്ള ആ ഒരു ടാഗും നിങ്ങൾക്ക് കാണാം. ലാർജ് സൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. ആ ലാർജ് സൈസ് इसमें होगा तो मीडियम, इसमें मीडियम है. सब दुकान में मतलब जो कुर्ती हम लोग लेते हैं या फिर मैं खुद पर्सनली पहनती हूँ, कभी ऐसा MEDIUM करके लिखा नहीं रहता है. ME डालते हो लोग, सिंपल. और ये अभी आप देखोगे ये मतलब ओल्ड लेबल है. हमारे जो न्यू लेबल आएंगे उसमें M के साथ चेस्ट साइज भी लिखी रहती है. ഇത് കണ്ടോ, ഇവരുടെ ടാഗ് ആണ് ഈ കാണുന്നത്. അതിൽ ലാർജ് എന്ന് പറഞ്ഞിട്ട് ലാർജ് അല്ലെങ്കിൽ മീഡിയം എന്ന് പറഞ്ഞിട്ട് ഫുള്ളി മീഡിയം എന്ന് എഴുതിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇവിടെ ഇപ്പോഴത്തെ ലേബിൾ വരുന്നത് ചെസ്റ്റ് സൈസ് വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളി അല്ലേ. മീഡിയം എന്ന് പറയുമ്പോൾ അത് 38 ആണ് സംഭവം. അപ്പോൾ ലാർജ് വരുമ്പോൾ അത് 40 അങ്ങനെ 48 38 सब उसमें दोनों मतलब तो कंफ्यूजन नहीं होगा. हाँ बराबर, കൺഫ്യൂഷൻ ആവാൻ പാടില്ലല്ലോ. അതിനു വേണ്ടി കറക്റ്റ് ആയിട്ട് അത് എല്ലായിടത്തും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ पर्सनल हम लोग यूज करते हैं, उसमें किसी में ऐसा नहीं है. कभी तो सिर्फ लार्ज का एक छोटा सा M लिखा रहता है और M है क्या होगा क्या क्या ऐसा कुछ कंफ्यूजन रहता है. अब അടുത്ത കളക്ഷൻ नेक्स्ट कॉटन कुर्तीज के वैरायटी में आपको दिखाऊंगा. കോട്ടന്റെ കുർത്തീസ് ജയ്പൂരി പ്രിന്റിലാണ് വരുന്നത്. യോക്കിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്, ചെറിയ രീതിയിലൊന്നല്ല. അതുപോലെ പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് 3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. ഇതിൽ കോട്ടണിൽ തന്നെ ഇക്കത്തിന്റെ പ്രിന്റിൽ വരുന്നുണ്ട്, ജയ്പൂരി പ്രിന്റ് വരുന്നുണ്ട്. ഇത് ഇക്കത്തിന്റെ പ്രിന്റ് പോലത്തെ 2 ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ എല്ലാം എടുക്കണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും 3 സൈസസ് എടുക്കണമെന്നുണ്ട്. പക്ഷെ ആ 3 സൈസ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമുക്ക് 25 to 30 പീസസ് എങ്കിലും നമുക്ക് എടുക്കണം. അത് ഇഷ്ടമുള്ള ഏത് സൈസ് ഏത് പാറ്റേൺ വേണമെങ്കിലും നോക്കാം. ഇതാ അടുത്തത് കോട്ടണിൽ തന്നെ വരുന്നതാണ്. 2 ഷെയ്ഡ് ഇതിലും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളതാണ് ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാണ്ട് വീക്ക്ലി അപ്ഡേറ്റ് ആകുമ്പോൾ അതിന്റെ കളക്ഷൻസ് ഒക്കെ അപ്ഡേറ്റ് ആകുമ്പോൾ അത് വാട്സപ്പ് ത്രൂ ചോദിച്ചാൽ മതി കേട്ടോ. कैटलॉग थ्रू, कैटलॉग में सब रहता है ना इसका. अभी देखिएगा तो इसमें रेट भी रहेगा ना कैटलॉग में. हाँ, कैटलॉग विद रेट आता है. അപ്പൊ റേറ്റ് കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് ആർക്കെങ്കിലും അറിയണമെന്ന് വെച്ചാൽ കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ റേറ്റ് ഡീറ്റെയിൽസ് അല്ലാതെ വിത്ത് ഫാബ്രിക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നമുക്ക് ജയ്പൂരി കളക്ഷൻ ആണ് വരുന്നത്. വിത്ത് യോക്കില് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. യോക്കില് ഹാൻഡ് വർക്ക്, ഇതാ ഹാൻഡ് വർക്ക് പോകുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കണം. 3ന്റെയും ആ ഒരു വർക്ക് കാണുമ്പോഴല്ലോ അതിന്റെ ഒരു ഭംഗി അറിയുള്ളൂ. ഇതൊക്കെ കോട്ടണിലാണ് വരുന്നത് കേട്ടോ. കോട്ടണില് ജയ്പൂരി ടൈപ്പ് ആയിട്ടുള്ള കളക്ഷൻസ്. പിന്നെ കുറെ ഡെനിമിന്റെ ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. ഡെനിമിന്റെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ്. डेनिम की वैरायटी है हमारी. हाँ, डेनिमिले लॉन्ग शॉर्ट टूनिक स्टाइल ആണ്. ट्यूनिक स्टाइल ദാ विद പോക്കറ്റ് നോർമൽ അല്ല, സി ഷേപ്പിലാണ് വരുന്നത് കേട്ടോ. അതില് ഇതിപ്പോ ടൂണിക് ആണെങ്കിൽ ലോങ് ആയിട്ടും വരുന്നുണ്ട്. ഡെനിമില് ലൈറ്റ് വെയിറ്റ് ഡെനിമാണ്, कॉटन बेस्ड. 4 कलर ऑप्शंस अवेलेबल. 4 कलर्स വരുന്നുണ്ട്. और भी लाइट वेट है, मतलब और भी लाइट वेट भी है, सॉफ्ट भी है. समर के हिसाब से बना है कि कॉटन बेस है. थ्रू आउट द ईयर यू कैन वेयर दिस. ത്രൂ ഔട്ട് ദി ഇയർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് കൂടിയാണ്. സാധാരണ पहले तो
जीन्स का जो लड़के लोग जो पैंट पहन के हाँ, माँ को धोने के लिए देता था ना, तो माँ धुला देती थी उनको बेटे को। ऐसा तो नहीं है, बहुत नहीं, बहुत soft है। അത്രയും സോഫ്റ്റ് ആണ്. മറ്റേ ജീൻസൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹെവി പീസായിരുന്നു. ഇത് അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർटेबल मटेरियल ആണ് വരുന്നത്. वैसे ये टॉप्स ही है और मतलब जीन्स विन्स ऐसा कुछ नहीं, ओनली टॉप्स. जितना हम खुद बनाते हैं उतना ही आपको दिखाएंगे. എന്നുവെച്ചാൽ ടോപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ബോട്ടം വെയർ ഐറ്റംസ് അങ്ങനത്തെ ഒന്നുമില്ല. വെസ്റ്റേൺ വെയറും അതുപോലെ തന്നെ എത്നിക് വെയർ, ഇത് രണ്ടിലാണ് മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഡെനിമിൽ ഈ ഒരു ലോങ് ഇത്ര ലോങ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൈലബിൾ നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അതിൽ കോളർ സൈസ് ഉണ്ട്. ഇത്രയൊക്കെ 3 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഡെനിമിൽ തന്നെ 3 കളേഴ്സ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കാണിക്കുന്നത്. ഇത് കൂടാണ്ട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. और भी बहुत सारा है दिखाने के लिए, तो वो लोग को वीडियो कॉल करने दीजिएगा, है ना? श्योर. हाँ, वही अच्छा रहेगा. मतलब ओवरऑल एक आइडिया दे दिया आपको कैसे टाइप के प्रोडक्ट्स अवेलेबल. പ്രോഡക്ട്സ്. അപ്പോൾ ഇത് കൂടാണ്ട് സെറ്റ് എങ്ങനെയാണ് വരുന്നത് അതും കൂടി നമുക്ക് നോക്കാം. मैं यहाँ पे साइड कर दूँ. ഇവിടെ ഇവരെ സെറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. दिस ये M से 3XL का सेट है, एक बंच. ഓക്കെ. ये 4XL to 8XL. ഇത് M to 3XL വരെ സൈസ്. അപ്പോൾ ഇതിൽ 5 എണ്ണം ഉണ്ടാവും. 5 എണ്ണത്തിൽ നമുക്ക് ഏതെങ്കിലും 1, 2, 3 എണ്ണം നമുക്ക് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 5 എണ്ണം മൊത്തം എടുക്കണ്ട. ഇതാവുമ്പോൾ നമുക്ക് പ്ലസ് സൈസിൽ അങ്ങനെ സെറ്റാണ് വരുന്നത്. ഇതിൽ ഇഷ്ടമുള്ളത് 3 സൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ സെറ്റും ഇവരുടെ പാക്കിങ്ങും വരുന്നത്. ये 8XL है. आप ओपन करके दिखाइए साइज हमारा पैकिंग. 8XL तो देखना ही पड़ेगा. Yes. इतना देर से 8XL XL बोल तो रही थी लेकिन दिखा नहीं पाई. वही थोड़ा 8XL वेस्टर्न टॉप ആണ് ട്ടോ ഈ കാണുന്നത്. 8XL 2 लोग जाएगा इसमें. मेरे हिसाब से तो सब कस्टमर्स का केयर करना पड़ेगा ना. ബരാബർ. Yes. അപ്പോൾ 8XL കാര്യമുണ്ടെങ്കിൽ അവർ വിഷമിക്കേണ്ട. അവർക്കുള്ളത് വെസ്റ്റേൺ ടോപ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് 8XL. ഇത്രയ്ക്കും വീതിയിൽ വരുന്ന നല്ല നല്ല വെറൈറ്റി കളക്ഷൻ. അതും കോട്ടൺ അല്ല, റയോൺ, ഇമ്പോർട്ടഡ് റയോണിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. तो ये टाइप के मॉडलिंग करवाते हैं और ऐसे टाइप के कैटलॉग के फोटोज आपको व्हाट्सएप के थ्रू मिल जाएंगे फॉर सिलेक्शन. ഓക്കെ. ഇത് ടോപ്പ് മാത്രമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇവിടുത്തെ മെയിൻ പ്രൊഡക്ഷൻ. ഇത് ഇങ്ങനെ കാറ്റലോഗിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതാ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എപ്പോഴും ഇങ്ങനെ പ്രിന്റുകളും ഡിസൈൻസ് ഇങ്ങനെ പാറ്റേൺസും മാറിക്കൊണ്ടിരിക്കും. ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് ഏതാണ് നമ്മൾ ആവശ്യം എന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി. ഇതൊക്കെ നമ്മൾ ലിനൻ്റെ നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാറ്റലോഗിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കേര ഫാബിൻ്റെ കളക്ഷൻസ് വരുന്നത്. അഡ്രസ്സ് വരുന്നത് നമുക്ക് മുംബൈയിൽ മലാഡിൽ വെസ്റ്റും ഈസ്റ്റും ഉണ്ട്. അതിൽ വെസ്റ്റ് സൈഡിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു അമ്പലം കാണുമ്പോൾ ടെമ്പിൾ കാ നാം കെ ജൈൻ മന്ദിറാണ് കേട്ടോ. ആ അമ്പലത്തിൻ്റെ പേര്. 2 അമ്പലം ഉണ്ട് ഇവിടെ, 2 ടെമ്പിൾ ഉണ്ട്. ഒരെണ്ണം ഇവിടെ ജൈൻ മന്ദിർ ഉണ്ട്, പിന്നെ ഒരെണ്ണം കുറച്ച് ദൂരമാണ്. അപ്പോൾ ആ ജൈൻ മന്ദിറിൻ്റെ തൊട്ട് അടുത്തായിട്ടുള്ള ഒരു ഗലിയാണ്. ഗലിയുടെ പേര് ഇസ്മായിൽ ബാഗ്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഒരു 10 അടി നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റൈറ്റ് സൈഡിലായിട്ട് കെയർ ഫേബ് കാണാം. നമുക്ക് ഉള്ളിലുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ സാമ്പിൾസും അതുപോലെ പ്രൊഡക്ഷൻസും ഓർഡർ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൊറിയർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നേരിട്ട് വരായാലും अभी जो डायरेक्ट आ रहा है तो वो लोग को भी मतलब हाथ में भी लेके जा सकते हैं ना. हाँ, हाथ में भी लेके जा सकते. सारा रेडी स्टॉक है, जितना भी आपको दिखा है ऑल रेडी स्टॉक. അപ്പോൾ കാണിച്ചതൊക്കെ റെഡി സ്റ്റോക്ക് ഉണ്ട്. അത് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ സാമ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെ വേണമെങ്കിലും നമുക്ക് നേരിട്ട് വന്നിട്ട് എടുക്കാൻ പറ്റും. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. കേര ഫാബ്, KERAFAB, കേര ഫാബിലത്തെ ഓണർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.